വെൽക്കം ബാക്ക് ടു സ്പെഷ്യൽ വീഡിയോ ഇൻ മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ആദ്യമായിട്ട് ഒരു ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാണ്. ആൻഡ് ഐ എം വെരി എക്സൈറ്റഡ്. അപ്പോൾ ഞാൻ വിചാരിച്ച് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഞാൻ ഡിസംബർ 29 താഷ്കന്തിൽ നിന്ന് മലേഷ്യയിലേക്ക് പോകുന്നത്. കോലലംപൂറിലായിരുന്നു ലാൻഡ് ചെയ്തത്. ആൻഡ് ഞാൻ എല്ലാ വീഡിയോസും വെർട്ടിക്കലായി എടുത്തുകൊണ്ട് എനിക്ക് ഹൊറിസോണലായിട്ട് എഡിറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കോലലംപൂരിലെത്തി. ഞാൻ സിം എടുത്ത് ഡോളർ എക്സ്ചേഞ്ച് ചെയ്തെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്ലൈറ്റും ലാൻഡ് ചെയ്ത്. അവർ ഇന്ത്യയിൽ നിന്ന് വരികയാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി കൂടിയിട്ട് നേരെ റൂമിലേക്ക് പോവാണ്. നമ്മൾ എയർപോർട്ടിൽ നിന്ന് റൂമിലേക്ക് കോലാലംപൂരിലേക്ക് 1 hour ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ ക്യാബ് ബുക്ക് ചെയ്ത് നോവോ റെസിഡൻസിലാണ് നമ്മൾ ഫസ്റ്റ് 2 days റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. നല്ല ഭംഗിയുള്ളൊരു റൂമായിരുന്നു. റൂമിൽ നിന്നുള്ള വ്യൂസും എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് വെറുതെ ഒരു ദിവസം അവിടെ നിൽക്കാൻ തോന്നില്ല, പുറത്ത് പോകാതെ. പക്ഷെ നമുക്ക് സമയമില്ലല്ലോ, നമ്മളെന്തായാലും പുറത്ത് പോയേ പറ്റും. അപ്പോൾ ഇതാണ് ഒരു റൂം ടൂർ. എനിക്ക് നല്ല വൃത്തിക്കൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ബിക്കോസ് എല്ലാ വീഡിയോസും ഞാൻ വെർട്ടിക്കലാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഷോർട്സിലിടുമ്പോൾ നിങ്ങൾക്ക് വൃത്തിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ റൂമിൽ നിന്നുള്ള വ്യൂ പുറത്തേക്ക്. അപ്പം നമുക്ക് ഇതിൻ്റെ മേലെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, ജിമ്മുണ്ട്, അതുപോലെ തന്നെ സോന ഉണ്ട്. എല്ലാം നമുക്ക് പോയി നോക്കാം. പക്ഷെ ആദ്യം നമ്മളെല്ലാം കണ്ട് ആസ്വദിക്കണം. പിന്നെ നമ്മൾ 29th രാത്രിയാണ് ഫ്ലൈറ്റ്. 30th നമ്മൾ കോലാലംപൂരിലെത്തിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് ഡേ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, എന്താ ചെയ്യേണ്ടത്, എവിടെ പോകേണ്ടത് എന്ന്. കാരണം അവിടെ ചെക്ക് ഇൻ ചെയ്യുന്ന റൂമിൻ്റെ ടൈം 3 മണിയാണ്. അപ്പോൾ ആ 3 മണി വരെ നമ്മൾ ഫുൾ തിരിഞ്ഞു കളിക്കുകയായിരുന്നു പുറത്ത്. അപ്പോൾ ആ ഒരു ഡേ നമ്മൾ ശരിക്കും തുടങ്ങിയത് ഈവനിങ്ങിന് ശേഷമാണ്. അപ്പോൾ ഇതാണ് മേലത്തെ സോന. അങ്ങനെ ഞങ്ങളൊന്ന് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ച് പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങി. ആൻഡ് അവിടെ കുറേ ചോക്ലേറ്റ്സിൻ്റെ ഫ്ലേവറുള്ള ഐസ്ക്രീംസ് ഉണ്ടായിരുന്നു. ബട്ട് എല്ലാം നമുക്ക് വാങ്ങി തിന്നാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ ഈവനിങ് ആയപ്പം പവിലിയൻ മോളിൻ്റെ അടുത്തേക്ക് പോവാണ്. അതും കുറച്ച് പോകാനുണ്ട് നമ്മുടെ റൂമിൽ നിന്ന്. ഒരു 1/2 hour ഉണ്ടായിരുന്നു തോന്നണം. ആൻഡ് ഈ ഫോട്ടോയിൽ കാണുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ. ആൻഡ് നമ്മളവിടുത്തെ ഭംഗിക്ക് ഇങ്ങനെ ആസ്വദിക്കുകയായിരുന്നു. അങ്ങനെ പവിലിയൻ മോളിൻ്റെ അടുത്തെത്തി. പിന്നെ ഫുൾ തിരിഞ്ഞ് കളയാനും കുറേ കഫേയിൽ കയറി, കുറേ ഫുഡ് കഴിച്ച്, കുറേ മേക്കപ്പ് സ്റ്റോറിൽ കയറി. എക്സ്പ്ലോറിങ് ഇത് തന്നെ. പിന്നെ ന്യൂ ഇയർ ആവാനായതുകൊണ്ട് തന്നെ അവിടെ കുറേ പ്രോഗ്രാംസ് നടക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ നമുക്ക് കുറേ പേര് സ്റ്റേജിൽ വന്ന് ഡാൻസ് കളിക്കാനൊക്കെ കാണാൻ പറ്റും. എക്സ്പ്ലോർ ചെയ്തെല്ലാം കണ്ട് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുത്ത്, റൂട്ടൊക്കെ മനസ്സിലാക്കിയെടുത്ത് നമ്മൾ റൂമിലേക്ക് നേരെ തിരിച്ചെത്തി. അങ്ങനെ റൂമിലെത്തി നമ്മൾ ഒന്ന് ഫ്രഷ് ആയപ്പോഴത്തേക്ക് വീണ്ടും നമുക്ക് വിശന്ന്. ഇതാണ് നമ്മൾ റൂമിൽ നിന്ന് രാത്രി കാണുന്ന വ്യൂ. അങ്ങനെ നമുക്ക് വീണ്ടും വിശന്നപ്പോൾ നമ്മൾ വിചാരിച്ച് പുറത്ത് പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നാം. പക്ഷേ അതിൻ്റെ മുമ്പ് നമുക്ക് സ്വിമ്മിംഗ് പൂൾ പോകണം. കാരണം 12 മണിക്ക് സ്വിമ്മിംഗ് പൂൾ ക്ലോസ് ചെയ്യും. അങ്ങനെ സ്വിമ്മിംഗ് പൂളൊന്ന് ഇറങ്ങി ജക്കൂസിൽ കുറച്ച് നേരം ഇരുന്ന് ഇറ്റ് വാസ് റിയലി നൈസ് എക്സ്പീരിയൻസ്. ആൻഡ് ആ വ്യൂ ഒക്കെ കണ്ട് അതിലിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് വിശന്നപ്പോൾ ഞങ്ങൾ
7-11 പോലെ ബനാഫി എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറുണ്ട്. അവിടുത്തെ എല്ലാ ഐറ്റംസും അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ പോയപ്പോൾ അവിടെ നിറച്ചു ആൾക്കാർ. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊരു മാഗി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, എന്നിട്ട് മാഗി ഉണ്ടാക്കി ഒരു ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് സമയം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിൽ പോയിട്ട് ഒരൊറ്റ ഉറക്കം. കാരണം നാളെ രാവിലെ നേരത്തെ എണീച്ചിട്ട് 7 മണിക്ക് ഒരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.